കേരളം എൻ്റെ നാട്. പൂരവും പ്രകൃതി ഭംഗിയും സുന്ദരികളും സുന്ദരന്മാരും നിറഞ്ഞ എൻ്റെ സ്വന്തം നാട്. എല്ലാവരെയും പോലെ സ്വപ്നങ്ങൾ നിറഞ്ഞതായിരുന്നു എൻ്റെയും മനസ്സ്. ചില സ്വപ്നങ്ങൾ നേടാൻ ഞാനും പറന്നെത്തിയത് ദുബൈയിലായിരുന്നു. തിരകളില്ലാതെ ഒഴുകുന്ന ഈ അറബിക്കടൽ കണ്ട് ഞാൻ അമ്പരന്നു. അവയ്ക്ക് എൻ്റെ സ്വപ്നങ്ങളുടെ തിരയടികൾ പോലുമില്ലല്ലോ എന്നോർത്ത്. പെട്ടെന്നാണ് ഞാൻ ആ അത്ഭുത ലോകത്തെ കാഴ്ചകളിൽ നിന്നും ഉണർന്നത്. അരുൺ, യാത്രയൊക്കെ സുഖമായിരുന്നോ? അതെ എന്ന് ഞാൻ ഉത്തരം നൽകി. പിന്നെ മനസ്സിൽ കുറ്റബോധം തോന്നി. ആദ്യം തന്നെ മുതലാളിയോട് കള്ളം പറഞ്ഞു തോർത്ത്. എനിക്കല്ലേ അറിയൂ ഫ്ലൈറ്റിലിരുന്ന് ഞാൻ പേടിച്ചതൊക്കെ. തൽക്കാലം എൻ്റെ പേടി അയാളെ അറിയിക്കേണ്ടെന്ന് ഞാൻ കരുതി. ഗേറ്റ് കടന്ന് കാർ ഒരുപാട് റൂമുകൾ നിറഞ്ഞ ഒരു സ്ഥലത്തു ചെന്നു നിന്നു. ഞാൻ വേഗമിറങ്ങി നേരെ ഡിക്കിയുടെ അടുത്തേക്ക് നടന്നു. സാധനങ്ങൾ എടുക്കുമ്പോൾ മനസ്സിൽ വെറുതെ ആലോചിച്ചു, ദൈവമേ, ഇവിടെ വന്നിറങ്ങുമ്പോഴേക്കും തുടങ്ങിയോ ചീത്തവിളിയെന്ന്. ഞാൻ സാധനങ്ങൾ എടുക്കുമ്പോഴേക്കും അദ്ദേഹം നടന്നിരുന്നു. കയ്യിൽ നിറയെ സാധനങ്ങൾ പിടിച്ച് ഞാൻ അദ്ദേഹം നടന്ന വഴിയെ നടന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരു റൂമിന് മുൻപിൽ ചെന്നു നിന്നു. ക്രേസി ബോയ്സ് നമ്പർ 14. ഡോർ തുറന്ന് ഒരാൾ പുറത്തു വന്നു. ഞാൻ ആളെ കണ്ട് ഒന്ന് അമ്പരന്നു. ഒരു കട്ടടാവ്. മുതലാളി അയാളോട് എന്തൊക്കെയോ പറഞ്ഞു. ഞാനപ്പോഴും അയാളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ആ കട്ടടാവിന് ആളിന്റെ സാധനങ്ങളെല്ലാം എടുത്തു. ഞാൻ അനുസരിച്ചു. 4 കട്ടിലുകൾ, ഒന്ന് ഫ്രീ ആയിരിക്കുന്നു. അതുതന്നെ എന്റേതെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു, പറയാതെ തന്നെ. മച്ചു, ഇതാണ് ബെഡ്. ഇതോടെ വെച്ചോട്ടെ. വെച്ചോളൂ. എന്താ ചേട്ടന്റെ പേര്? എന്റെ പേര് ജെയിംസ്. എന്താ മച്ചു എന്റെ പേര്? അരുൺ. എന്താ വെള്ളം? എന്താണ് മച്ചു? ഹേയ്, ഒന്നുമില്ല. പേടിക്കണ്ടേട്ടാ, ഇതാ നമ്മുടെ റൂം. ഇരിക്കും. ആ ചെയറിലേക്ക് ഇരിക്കും. അത് കുഴപ്പമില്ല.
എന്തിനാണ് ഒന്നും മിണ്ടാത്ത? ഏയ് ഒന്നുമില്ല. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിരിക്കെ റൂം തുറന്ന് രണ്ടുപേർ കടന്നു വന്നു. പുതിയ ആളാണല്ലേ? ആ, എന്താ പേര്? അരുൺ. അരുൺ. എന്റെ പേര് ആന്റണി. ആ. യാത്രയൊക്കെ സുഖമായിരുന്നു. ആ, നന്നായിരുന്നു. സജി, ഇതാണ് നമ്മുടെ പുതിയ ആള്. ആ. ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് സജി. നിന്റെ പേരെന്താ? അരുൺ. ആ ജോമനെ വാ. എന്താ പേര്? അരുൺ. എവിടെയാ സ്ഥലം? തൃശ്ശൂര്. തൃശ്ശൂർ എവിടെയാണ്? മുല്ലശ്ശേരി. സജി എവിടെയാടാ? ഫോൺ ചെയ്യാൻ പോയി. എന്താ ചേട്ടന്റെ പേര്? എന്റെ പേര് ജോമോൻ. നാട്ടിൽ ചാലക്കുടിക്ക്. ആ, ഇവിടെ എത്ര ആളായി? 5 വർഷമായി. അങ്ങനെ ജോമോൻ ചേട്ടനും ചേർത്ത് ഇപ്പോൾ എനിക്ക് 4 ഏട്ടന്മാരുണ്ട്. ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു, തമാശകൾ പറഞ്ഞു. ലൈറ്റ് ഓഫ് ചെയ്യട്ടാ. ഓക്കെ. അരുണേ, നേരത്തെ എണീക്കണോട്ടാ. ഒരു 5 മണിയാകുമ്പോ വിളിക്കാം. ഞങ്ങൾ അങ്ങോട്ടെത്തി. ജോമോൻ ചേട്ടൻ എനിക്കൊരാളെ പരിചയപ്പെടുത്തി. എന്താ പേര്? അരുൺ, സൂപ്പർവൈസർ. എന്തായിട്ടാ വന്നേക്കണേ? ഹെൽപ്പറായിട്ടാ. ഹെൽപ്പറായിട്ട്. ഓക്കെ. ആളെനിക്ക് ഹെൽമെറ്റും ഷൂസും ഗ്ലൗസും തന്നു.
ടൈപ്പിലെ അളവുകൾ എന്നെ പഠിപ്പിച്ചു തരുമ്പോഴും കട്ടിംഗ് ടോർച്ച് എൻ്റെ കയ്യിൽ പിടിച്ചു തരുമ്പോഴും എനിക്കുള്ളിൽ തോന്നി ദുബായ് എന്നത് എൻ്റെ പുതിയ പാഠശാലയാണെന്ന്. ഈ ആയുധങ്ങളെല്ലാം തന്നെ എൻ്റെ പഠനോപകരണങ്ങളാണെന്നും. ശ്രദ്ധിച്ചു കൊണ്ടുവരുന്നു. ആ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. എൻ്റെ കരങ്ങൾക്കും താങ്ങാനാവാത്തതും താങ്ങാൻ എനിക്കും കൂട്ടിന് ഒരുപാട് പേരുണ്ടെന്നും പ്രായത്തിൽ മുതിർന്നവരെല്ലാം എന്നെപ്പോലെ തന്നെ ഈ പാഠശാലയിലെ കവറോൾ എന്ന യൂണിഫോം ധരിച്ച കുട്ടികളാണെന്നും.